ഹായ് മച്ചാന്മാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ അടിപൊളി ഒരു വീഡിയോ ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇപ്പം തന്നെ ക്യാഷ് വിട്ടുപിടിക്കാൻ പറ്റും. ഇപ്പം തന്നെ നിങ്ങൾക്ക് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് സ്പോട്ടിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ, അതായത് കയറുക, ഒന്ന് സ്പോട്ടിൽ തന്നെ ക്യാഷ് ഏൺ ചെയ്യുക, അപ്പം തന്നെ വിട്ടുപിടിക്കുക, ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് കിട്ടും. ഇതെല്ലാം തന്നെ ഞാൻ ലൈവായിട്ട് തന്നെ വീഡിയോയ്ക്ക് അത് കാണിച്ചു തരുന്നുണ്ട്. സോ അത്രയ്ക്ക് അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്പിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ ചാനൽ എന്ന് പറയുമ്പോൾ പുതിയൊരു ചാനലാണ്. 2000 സബ്സ്ക്രൈബേഴ്സ് ഒന്ന് അച്ചീവ് ചെയ്തതേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുമല്ല ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ക്യാഷിങ്ങുകളൊക്കെ സമ്പാദിച്ചെടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ എന്നാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ലെറ്റ്സ് ഗോ. അതേമാതിരി നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയാൻ നേരത്തെ ഇത് കണക്കൊരു ഓപ്ഷൻ കാണാം. അവിടെ ഒരു ടിക്ക് ചെയ്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ എഗെയിൻ ഒരു ബോക്സ് കാണാം. അതൊന്ന് ടിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ജിമെയിൽ ID ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫോൺ നമ്പർ ഉപയോഗിച്ചോ നിങ്ങൾക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. സിമ്പിളായിട്ട് തന്നെ രജിസ്റ്റർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം റെഫർ കോഡ് അടിക്കാൻ പറയും. അത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് അടിച്ചു കൊടുക്കുക കറക്റ്റായിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരെ കണ്ടിന്യൂ കൊടുത്ത് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ട്യൂട്ടോറിയൽ കാണിക്കും, ജസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കും, ഞാൻ പറഞ്ഞുതരാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും മച്ചാന്മാരെ, കുറേ അധികം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇഷ്ടം പോലെ ഓഫേഴ്സ്. അതിൻ്റെ സൈഡിൽ തന്നെ അതിന് കിട്ടുന്ന ആ ഒരു എമൗണ്ടും കാര്യങ്ങളെല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. സോ ഓരോ ഓഫേഴ്സ് കംപ്ലീറ്റ് ആയിക്കോട്ടെ ക്യാഷ് ഏൺ ചെയ്യും. അതുപോലെ സർവേ, സ്പിൻ ആൻഡ് വിൻ ഗെയിംസ്, പിന്നെ ഏറ്റവും വലിയ തന്നെ ഒരു ഗിഫ്റ്റ് പോലൊരു സംഭവം കാണാൻ പറ്റും. കണ്ടില്ലേ, ആ ഒരു ഓപ്ഷനോട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ചെക്കിനാണത്. ഡെയിലി ചെക്കിൻ ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാം. ഒരു ദിവസം ഏൺ ചെയ്തപ്പോൾ നമുക്ക് 0.25 കിട്ടി. അടുത്ത ദിവസമാണെങ്കിൽ 0.5 കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് 6 ദിവസം കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 7 കോയിൻ സംതിങ്ങോളം കിട്ടും. ഓക്കെ, വലിയ കാര്യമൊന്നുമില്ല, അത് വേണമെങ്കിൽ ഒന്ന് നോക്കി തരും. ഓക്കെ, അതാണ് സംഭവം. ഡെയിലി ജസ്റ്റ് ചെക്കിൻ ചെയ്താൽ മാത്രം പോലും ചെറിയ എമൗണ്ട് വെച്ച് കിട്ടുമല്ലോ. സോ അതാണ് ഡെയിലി ചെക്കിൻ. പിന്നെ താഴെ കുറേ അധികം ഓഫേഴ്സും കാര്യങ്ങളും കാണാമല്ലോ. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടും നമുക്ക് ഇപ്പോൾ ആദ്യത്തെ ആപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1245 കോയിൻസ് കിട്ടും. അതുപോലെ അടുത്ത ആപ്പാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, അത്ര വെച്ച് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം ചെയ്ത് കാണിക്കാം. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ തന്നെ ഇതൊരു വാട്സപ്പിൻ്റെ സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 30 കോയിൻസാണ് കിട്ടുന്നത്. അവർ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഒന്ന് ആപ്ലിക്കേഷൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കുറച്ച് നേരം വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത്, അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ മെയിനായിട്ട് നിങ്ങളുടെ ഒറിജിനൽ നമ്പറും കാര്യങ്ങളൊന്നും കൊടുക്കാൻ നിൽക്കില്ല. കാര്യം ഇത് നിങ്ങളുടെ വാട്സപ്പ് അല്ല, മനസ്സിലായി? നമ്മുടെ ഒറിജിനൽ വാട്സപ്പൊന്നും അല്ല, അതിൻ്റെ മോഡിഫിക്കേഷൻ ചെയ്തൊരു വേർഷനാണ്. സോ ചുമ്മാ ഒരു ഫേക്ക് നമ്പറൊക്കെ ഇങ്ങനെ അടിച്ചു കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ പരിപാടി. വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ മേലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നേരെ ബാക്ക് അടിക്കുക, നമ്മൾ രജിസ്ട്രേഷൻ ഒന്നും ചെയ്തിട്ടില്ല, കൺഗ്രാജുലേഷൻസ് എന്ന് വന്നിട്ടുണ്ട്. അതായത് സിമ്പിളി ഇതിനകത്ത് പറയുന്നത് രജിസ്റ്റർ ചെയ്യാൻ പറയുവാണെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം പറയുന്നെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കുറച്ച് നേരം വെച്ചാൽ മാത്രം മതി. അപ്പം തന്നെ മേലെ നോട്ടിഫിക്കേഷൻ വരും, മനസ്സിലായില്ലേ? അതുപോലെ ഇഷ്ടംപോലെ ഓഫേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഓഫർ എല്ലാം കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് ക്യാഷ് ആളൊക്കെ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അതുപോലെ സെർച്ച് മൈ ഫോൺ, ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, നേരെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് 2 വട്ടം സെർച്ച് ചെയ്യണോ നേരത്തെ ഓപ്ഷൻ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ഒരു ആപ്പാണെന്നുണ്ടെങ്കിൽ ഇത് 2 വട്ടം നമ്മളിതിനകത്ത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കണം. 2 വട്ടം ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കണം എന്നാണ് പറഞ്ഞത് ഈ ആപ്പിനകത്ത്. ഓക്കെ, അവർ പറയുന്നുണ്ട് മസ്റ്റായിട്ട് 2 വട്ടം ഒന്ന്. അപ്പോൾ നമ്മൾ എന്താ നേരെ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. സ്ഥലത്ത് പറഞ്ഞിരുന്നത് എന്താണ്, 2 വട്ടം ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കണം. നിങ്ങൾ 1 വട്ടം ഓൺ ആക്കിയിട്ട് പോന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല, മനസ്സിലായില്ലേ? സോ ഓപ്പൺ ചെയ്യുക, കുറച്ച് നേരം സാവധാനം വെയിറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പരസ്യം വരും, പരസ്യം കാണുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ ഫ്ലാഷ് ലൈറ്റിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓണും ഓഫും നമ്മളിവിടെ ചെയ്ത് കൊടുക്കുക. ഓണും ഓഫും ചെയ്യാൻ നേരത്തെ എന്താ പറ്റുക, നമ്മുടെ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാവും, വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെ ഓണാവും ഓഫാവും. ഓക്കെ, സിമ്പിൾ, അത്രേ ഉള്ളൂ പരിപാടി. ആൻഡ് ഇത് 2 വട്ടം ചെയ്താലല്ല, അടുത്തൊരു മോഡും കൂടി നിങ്ങൾ ചെയ്യണം, മനസ്സിലായില്ലേ? ഒന്നെങ്കിൽ ഇവിടെ നെക്സ്റ്റ് മോഡ് കൊടുത്ത് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്ക് അടിച്ചിട്ട് അവിടെ തന്നെ വേറെ ഓപ്ഷൻസ് ഇല്ലായിരുന്നു, അതൊക്കെ ചെയ്യാം, മനസ്സിലായില്ലേ? സോ അങ്ങനെ ചെയ്ത് ബാക്ക് അടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മേലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് കോയിൻസും കാര്യങ്ങളൊക്കെ ആഡായിട്ടുണ്ടെന്നും നമ്മുടെ വാലറ്റിൽ കോയിൻസും കാര്യങ്ങളൊക്കെ അത് വന്നിട്ടുമുണ്ട്. കണ്ടില്ലേ, നമ്മൾ ചെയ്ത 2 നിന്നും പെർഫെക്റ്റ് ആയിട്ട് ട്രാക്കായി കോയിൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ നേരത്ത് മെയിനായിട്ട് അവർ പറഞ്ഞ കണ്ടീഷൻസ് ആദ്യം വായിക്കുക. മസ്റ്റായിട്ട് ഒരു ആപ്പിൽ കുറഞ്ഞ ഒരു 5 മിനിറ്റെങ്കിലും നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നിൽക്കാൻ നേരത്ത് മെയിൻ നോട്ടിഫിക്കേഷൻ വന്നാൽ ഓക്കെ, വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും അത് വെയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓരോന്നിലും ഓരോ രീതിയിലായിരിക്കും ഓഫേഴ്സ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ആപ്പിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ എന്താ പറയുന്നത്, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഗെയിം കളിക്കുക. ഓക്കെ, അതിനകത്ത് ക്രിക്കറ്റിൽ ഗെയിം കളിക്കുക, ഒരു ടീം ബിൽഡ് ചെയ്യുക എന്നൊക്കെ അവർ പറയുന്നുണ്ട്. സോ നമ്മൾ ടീം ബിൽഡ് ചെയ്യുക, അതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു 22.5 കോയിൻസ് കിട്ടത്തുള്ളൂ. അതിനുശേഷം ഓരോ ദിവസം ഓരോ ടാസ്ക് ആയിട്ടുണ്ട്. അങ്ങനെ 7 ദിവസം ആകുമ്പോഴാണ് നമുക്ക് ആ പറഞ്ഞ ആ ഒരു ടോട്ടൽ എമൗണ്ടും കാണൊക്കെ നമുക്ക് കിട്ടുന്നത്.
മനസ്സിലായില്ലേ? സോ അങ്ങനെയാണ് സംഭവം. അതുപോലെ തന്നെ വേറൊരെണ്ണം കാണാൻ പറ്റും 7645 കോയിൻസ് കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗെയിമാണ്. നമ്മൾ ടെമ്പിൾ റണ്ണും അങ്ങനെയുള്ള ഗെയിം കളിക്കത്തില്ല, അതുപോലത്തെ ഒരു ഗെയിമാണിത്. അപ്പോൾ അതിനകത്ത് തന്നെ അവർ പറഞ്ഞിരിക്കുന്നുണ്ടല്ലേ, ആയതൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് 10 ലെവൽ എത്തിക്കുക. ഓക്കെ, ആദ്യത്തെ 10 ലെവൽ, അതിൻ്റെ കൂടെ തന്നെ 10 സ്റ്റാർ നമ്മളത് കളക്ട് ചെയ്യണം ആ ഗെയിമിനകത്ത്. ഓക്കെ, അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് 31.5 കിട്ടത്തുള്ളൂ. അതിനുശേഷം അടുത്തത് 20 ലെവലും 15 സ്റ്റാർ നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. അങ്ങനെ അവർ 50 ലെവലും 20 സ്റ്റാറൊക്കെ കംപ്ലീറ്റ് ആക്കാൻ നേരത്ത് ആ ടോട്ടൽ എമൗണ്ട് നമുക്ക് കിട്ടും. അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഗെയിം കളിക്കുക നമ്മൾ വരുന്നത്, അതാണ് സംഭവം. സോ ഗെയിം കളിക്കുക, ക്യാഷ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ ഒരു ആപ്പ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമുക്ക് അതിൽ ക്യാഷ് കിട്ടുന്നത്. അത്രേ ഉള്ളൂ പരിപാടി, വേറെ വലിയ ആനക്കാര്യമൊന്നുമില്ല. സോ അങ്ങനെ നമ്മൾ നമ്മുടെ എഫേർട്ട് കൂടുന്നതനുസരിച്ച് കിട്ടുന്ന എമൗണ്ടും കൂടിക്കൊണ്ടിരിക്കും, എഫേർട്ട് കുറയുന്നതനുസരിച്ച് കിട്ടുന്ന എമൗണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് സംഭവം. താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ കുറേ ഉണ്ട്, തീരത്തില്ല. ഓക്കെ, ഇഷ്ടം പോലെ ഓഫേഴ്സാണ്, അതെല്ലാം കംപ്ലീറ്റ് ആക്കാം. പിന്നെ ഇവിടെ സ്പിന്നിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് കഴിവതും ആരും ചെയ്യാൻ നിൽക്കേണ്ട. കാര്യം 10 കോയിൻ കൊടുത്തിട്ടാണ് നമ്മൾ സ്പിൻ ചെയ്യുന്നത്. സ്പിൻ ചെയ്താലും ചിലപ്പോൾ ഒന്നും കിട്ടിയില്ല എന്ന് വരും, അല്ലെങ്കിൽ 1-2 കോയിൻസായി ഒതുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവിടെ സർവേസ് ഉണ്ട്. നിങ്ങൾക്ക് സർവേ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടും ക്യാഷിങ് ആളൊക്കെ എയിം ചെയ്യാൻ പറ്റും. ഇപ്പോൾ സർവേയിലൂടെയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇത് കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കോയിൻസ് ആളൊക്കെ എയിം ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ അതാണ് ഈ അവിടുത്തെ ഒരു ഓപ്ഷൻ ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും റെഫർ ആൻഡ് ഏൺ. കൂട്ടുകാരെയൊക്കെ റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാം. ഇതൊരു അടിപൊളി ഒരു ഓപ്ഷനാണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ട് ആദ്യം 3 ഓഫർ കംപ്ലീറ്റ് ആക്കുമല്ലോ. ആ പുള്ളി ആദ്യം കംപ്ലീറ്റ് ആക്കുന്ന 3 ഓഫറിൽ നിന്നും എത്രയാണോ അവർ ഏൺ ചെയ്യുന്നത് അതിൻ്റെ പകുതി നിങ്ങൾക്ക് കിട്ടും. അതായത് ഞാനിപ്പം 63 രൂപ 2 ഓഫറിൽ നിന്നാണ് ഏൺ ചെയ്തത് അല്ലേ. സോ എന്നെ റെഫർ ചെയ്ത വ്യക്തിക്ക് ഇതിൻ്റെ പകുതി കിട്ടും. അതായത് ഏകദേശം ഒരു 31 സംതിങ് എൻ്റെ ഫ്രണ്ടിന് കിട്ടും, എന്നെ റെഫർ ചെയ്ത വ്യക്തിക്ക്. മനസ്സിലായില്ലേ? സോ അതുപോലെ നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേർ റെഫർ ചെയ്യുന്ന അവരെല്ലാം ചെയ്യുന്ന 3 ഓഫറിൻ്റെയും പകുതി കിട്ടും. ഇനി എനിക്ക് ഒരു ഓഫർ കൂടി കംപ്ലീറ്റ് ആക്കാറുണ്ട്, അത് കംപ്ലീറ്റ് ആക്കുമ്പോൾ അത് ഞാൻ എത്രയാണ് ഏൺ ചെയ്തത് അതിൻ്റെ പകുതി അവന് കിട്ടും. അങ്ങനെ 3 ഓഫറിൽ നിങ്ങൾക്ക് കിട്ടും. അതാണ് റെഫർ ആൻഡ് ഏൺ എന്ന് പറയുമ്പോൾ. സോ അത്യാവശ്യം നല്ലൊരു ഓഫർ തന്നെയാണ്. നിങ്ങൾ മാക്സിമം റെഫറും കാര്യങ്ങളൊക്കെ ചെയ്യുക, നല്ല രീതിയിൽ തന്നെ ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ മാക്സിമം റെഫർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ റെഫർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് വരും, നമുക്ക് ഇനി ക്യാഷ് വിഡ്രോ അടിക്കാനായിട്ട് ആ ഒരു എമൗണ്ടിലോട്ട് ക്ലിക്ക് ചെയ്യുക, ദെൻ റെഡീം നൗ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് നേരെ UPI വേണമെങ്കിൽ UPI വിഡ്രോ അടിച്ചെടുക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് വിഡ്രോ 5 രൂപയാണ്, അതിനുശേഷം 30 രൂപ വെച്ചാണ്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗിഫ്റ്റ് കോഡൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഗൂഗിൾ പ്ലേ റെഡീം കോഡായിട്ടും അതുപോലെ തന്നെ നമുക്ക് ആമസോൺ പേ ആയിട്ടും എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷിങ് ആൾക്ക് വിഡ്രോ അടിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് പേപ്പാളാണ്. പേപ്പാളിലേക്ക് നിങ്ങൾക്ക് ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കാനായിട്ട് പറ്റും. ഞാനിതായാലും UPI ആണ് വിട്ടുപിടിക്കുന്നത്. നേരെ 50 കോയിനാണ്, ഇപ്പോൾ തന്നെ എനിക്ക് 63 കോയിനുണ്ട്. സോ നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്, എൻ്റെ UPI അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സോ കൺഫേം എല്ലാം ചോദിക്കുന്നു, അതേ കൺഫേം കൊടുക്കുന്നു. മേലെ സമയം നോക്കിയോ 7:13 കണ്ടില്ലേ, 7:13 വിഡ്രോ അടിച്ചത്. അപ്പം തന്നെ അവിടെ സൈഡിൽ Paytm ലോഗോ വന്ന് കണ്ടോ, വിഡ്രോ അടിച്ച് വന്നു പേയ്മെൻറ്റ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലൂടെ ക്യാഷ് വന്നിട്ടുണ്ട്. 5 രൂപ വിഡ്രോ അടിച്ച് 5 രൂപ വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേര് ഉൾപ്പെടെയാണ് പേയ്മെൻറ്റും കാലൊക്കെ റിസീവ് ആയിരിക്കുന്നത്. സോ പേയ്മെൻറ്റ് എല്ലാം പക്കയായിട്ട് തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. സോ മാക്സിമം പെട്ടെന്ന് തന്നെ ക്യാഷും കാലൊക്കെ ഏൺ ചെയ്ത് വിഡ്രോ അടിച്ചെടുക്കാനായിട്ട് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തിരിക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ മണി ട്രിക്സ്. ബൈ ഗൈസ്.